നമുക്ക് അടുത്ത ടർഫ് തുടങ്ങുമ്പോഴത്തേക്ക് പറയണേ ഗൈസ്. നമുക്ക് അപ്പോഴത്തേക്കിന് ഡിസ്കോ ട്രോൾസ് നോക്കാം. വെറി എന്തിനാണ് വെറി? വെറി ദേഷ്യത്തിനല്ലേ വെറി എന്ന് പറയണ? മറ്റേ തമിഴ് വാക്കാണ്. തമിഴാണ് വെറി എന്ന് പറഞ്ഞ. വെറി എന്ന് പറഞ്ഞ തമിഴല്ലേ? തരിപ്പ് തരിപ്പ്. When Dharma rises, evil falls. അടുത്ത ടർഫ് സ്റ്റാർട്ട് ആയില്ലേ? വെറി മീൻസ് വാശി. അത് തന്നെ. ഇതിന്റെ മ്യൂസിക്കാണ് ഹാൻസമർ എ റഹ്മാനും കൂടിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിന്റെ അടുത്തൊക്കെ. നിന്റെയൊക്കെ കൂടെ കളിക്കുന്ന വേണ്ട, ഇനി പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇനി വീണ്ടും വീണ്ടും പറയണോ? 15 സ്ട്രീക്ക് സ്വിച്ചിൽ എത്ര ഗ്യാങ് നിന്നിട്ടുണ്ട് ഇങ്ങനെ? അണ്ണാ ഞാൻ കാര്യം പറയട്ടെ, മലയാള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇത്രയും സ്ട്രീക്ക് നിൽക്കണ ഫസ്റ്റ് ഗ്യാങ് നമ്മളാ. എന്റെ മുകളിലുള്ള വെക്കമുണ്ടാ? ഇല്ല. അത് ഇങ്ങനത്തെ ഒരു ലോബിയിലല്ലേ? അതും ഇത് പറയുമ്പോ ഉണ്ടല്ലോ, ഇപ്പം KVA ഫാൻസ് ആണെങ്കിലും KVA ആൾക്കാരാണെങ്കിലും ലൈക്ക് അവര് നമ്മുടെ അടുത്ത് നന്നായിട്ട് പോകുന്നതുകൊണ്ട് ഒന്നും പറയില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് KVAക്ക് വേണ്ടി താങ്ങി പിടിക്കാൻ വേണ്ടി വേറെ കുറെ അവന്മാരാ സംസാരിക്കുന്നത്. ആ കമന്റിൽ ജസ്റ്റ് യൂട്യൂബ് കമന്റിലൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കണം. അതിന് മുമ്പത്തെ കമന്റ് ആർക്കെതിരെ ഇട്ടേക്കുന്നേ എന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ഈ സാധനം ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിലെല്ലാം KVA വെച്ച് പറയണത് വേറെ കുറച്ച് ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണെന്ന് കാസ്ട്രോയ്ക്കും മനസ്സിലായി, അവർക്കും മനസ്സിലായി. അല്ലാതെ അത് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ വയ്യ. ഹേ മരിയ, വി ആർ പുവർ, ജസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ദിസ്. We can raise him properly. Yeah, I will not let him born. I will not let him born. Doctor, I don't want him. I want to abort him. ശരത്തേട്ടൻ വന്നോ VC-ല്? ഹലോ. ഇല്ല ഞാൻ ചോദിച്ചാണ്. അല്ല, ഇതിനകത്ത് ഇടയ്ക്ക് സൗണ്ട് ഇതിനകത്തുനിന്നാണോ? ശരത്തേട്ടനാണോ വിചാരിച്ചേട്ടാ? I want to abort him. No, we won't let you do. But we don't have enough money to cover his expenses. No matter what, we won't let you abort him. ഓടാ, ശരിക്കും ശരിക്കുള്ളതാ. എന്റെ അമ്മോ, എടാ അതെനിക്ക് അറിഞ്ഞൂടാ. ഇത് എന്നറിയണ സത്യമായിട്ടും. ശരിക്കും പുള്ളി അബോട്ട് ചെയ്യാൻ നോക്കിയതാ. പുള്ളിയുടെ അങ്ങനത്തെ എന്തൊക്കെ സീനൊക്കെ ഉണ്ട്. അമ്പോ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അവിടുന്ന് ഇപ്പൊ എവിടെ നിക്കണല്ലേടാ? അതല്ലേ, അതാ ഞാൻ ആലോചിക്കണേ. എന്റെ അമ്മോ, റെസ്പെക്ട്. അക്കാര്യത്തിലൊക്കെ അതൊക്കെ ഇനി നമ്മളെ നിങ്ങൾ ഇനി എത്ര ഹേറ്റർ ആണെന്ന് പറഞ്ഞാലും ഗൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ അടുത്തൊരു കളിയുടെ സ്പിരിറ്റിന്റെ വെളിയിൽ ആ റെസ്പെക്ട് ഒക്കെ നമ്മൾ കാണിക്കണം. അതെ. അലക്സാണ്ടർ ഫെർഗൂസൻ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ എനിക്ക് 10 മരക്കഷ്ണങ്ങളെ നൽകൂ, കൂടെ അവനെയും നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഞാൻ നേടിത്തരാം. കാരണം മധ്യനിരയിൽ അയാൾ ഒരു കൊടുങ്കാറ്റായിരുന്നു. ഏത് സമ്മർദ്ദഘട്ടത്തിലും വളരെ ശാന്തനായിക്കൊണ്ട് പുൽമേടുകളിൽ ആടിപ്പടരാൻ അയാൾക്ക് സാധിക്കും. റൊണാൾഡീഞ്ഞോയും പാവൽ നെഡ്വെഡും അഴിഞ്ഞാടിയിരുന്ന മധ്യനിരയിൽ അയാളുടെ മികവിനാൽ സ്വന്തം നാമം എഴുതി ചേർക്കാൻ അയാൾക്ക് അധിക നാൾ വേണ്ടി വന്നില്ല. 2001 അക്കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി യുവന്റസിൽ ആടിത്തിമർത്തുകൊണ്ട് കാൽപന്ത് കളിയുടെ വീര്യമുറങ്ങുന്ന സാന്റിയാഗോ ബെർണബ്യൂയുടെ മണ്ണിലേക്ക് ചേക്കേറുമ്പോൾ പതിവിലും വിപരീതമായി തികച്ചും വ്യത്യസ്തമാർന്ന 5-ാം നമ്പർ ജേഴ്സി ആയിരുന്നു അയാൾ ഏറ്റുവാങ്ങിയത്. പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത് കാൽപന്ത് കളി അടക്കി ഭരിക്കാൻ കെൽപ്പുള്ള ഗലാക്റ്റിക്കോസ് എന്ന റയൽ മാഡ്രിഡിന്റെ തുറുപ്പു ചീട്ടുകളായിരുന്നു. അന്നവർക്കെതിരെ നിൽക്കാൻ ഏതൊരു ടീമും തെല്ലും ഭയന്നിരിക്കണം. 2006 അന്ന് ലോകത്തിലെ ഏതൊരു ടീമും ഭയന്നിരുന്ന റൊണാൾഡീഞ്ഞോ
കാഫു തുടങ്ങിയ ലോകോത്തര താരങ്ങളടങ്ങിയ കാലടിപ്പടയെ വരെ മധ്യനിരയിലെ ഒറ്റയാൾ പോരാട്ടമുണ്ട് അയാൾ വിരൽത്തുമ്പിൽ നിർത്തിയത്. ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാനാവില്ല. അന്ന് അയാളുടെ പ്രകടനം കണ്ടു നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ ഏറെ നിസ്സഹായതയോടെ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും ബ്രസീൽ പുറത്തായി. എന്നാൽ അതേ വേൾഡ് കപ്പിൽ തന്നെ അസൂരിപ്പടകൾക്കെതിരെ ഗോൾ നേടിയിട്ട് പോലും എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുനിന്ന കളിയിൽ തന്റെ സഹോദരിയെ കുറിച്ച് മോശമായ രീതിയിൽ കളിയാക്കിയ ഇറ്റാലിയൻ സെന്റർ ബാക്ക് മാർക്കോ മറ്റരാസിയെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് വേൾഡ് കപ്പിന് പോലും പുല്ലുവില നൽകിക്കൊണ്ട് അന്നേ ദിവസം തന്നെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച 10ാം നമ്പറുകാരനെ ഇന്നും ഫ്രാൻസുകാർക്ക് മറക്കാനാവില്ല. ഒരു നല്ല എന്റെ അമ്മോ എന്താ കേട്ടത്? വൈകിട്ട് രോമാഞ്ചമൊക്കെ വന്ന്. കളിക്കാരന് ഒരു നല്ല കോച്ച് ആവാൻ കഴിയില്ല, ഒരു നല്ല കോച്ചിന് ഒരു നല്ല കളിക്കാരനും എന്ന ഈ പഴംപുരാണം തിരുത്തി എഴുതിക്കൊണ്ട് അതേ സാന്റിയാഗോ ബെർണബ്യൂയുടെ മണ്ണിലേക്ക് അയാൾ ഒരിക്കൽ കൂടി മടങ്ങിയെത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പോർച്ചുഗീസ് കുന്തമുനയുടെ മൂർച്ചകളെക്കാൾ അയാളെക്കാൾ ഭംഗിയായി മറ്റാർക്കും സാധിച്ചില്ല. അതേ കുന്തമുനയെ മുൻനിർത്തി ചരിത്രത്തിലാദ്യമായ ഒരു ടീം 3 വർഷം തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നു. വിജയത്തിന്റെ ഉച്ചകോടിയിൽ എല്ലാം നേടിയ റയൽ മാഡ്രിഡിൽ നിന്നും അയാൾ വീണ്ടും പടിയിറങ്ങി. എന്നാലും ഇന്നും കാൽപന്ത് കളി അയാളെ പിന്തുടരുകയാണ്. ഇനി ഒരിക്കൽ കൂടി അയാളുടെ തിരിച്ചുവരവിനായി ഗലാക്ടിക്കോസിലെ നയതന്ത്രൻ, ഫ്രാൻസിന്റെ പടത്തലവൻ, സാന്റിയാഗോ ബെർണബ്യൂയുടെ സ്വന്തം സിനദീൻ സിദാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എന്ത് സാധനല്ലേ ഇപ്പൊ കണ്ടത്? റൊണാൾഡോ എടാ ഞാൻ അല്ല വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഞാന്. ഇപ്പൊ ഈ ഇന്റർനാഷണൽ പ്ലെയറിന് ഇപ്പൊ കോച്ചൊക്കെ ആവണം എന്നുള്ളൊരു സാധനം ലോകത്തെ ഇപ്പൊ എക്സാമ്പിൾ പോർച്ചുഗീസിന്റെ പോർച്ചുഗലിന്റെ പ്ലെയർ ആയിട്ടുള്ള ഒരു പ്ലെയറിന് ഇപ്പൊ റിട്ടയർമെന്റിനൊക്കെ ശേഷം വേറെ ഏതെങ്കിലും ഒക്കെ ടീമിന്റെ ഇന്റർനാഷണൽ ടീമിന്റെ കോച്ചൊക്കെ ആവാൻ പറ്റുമോ? പറ്റുമോ? ഇപ്പൊ നമ്മുടെ പോർച്ചുഗലിന്റെ കോച്ച് സ്പെയിൻകാരനാണ്. ആണോ? ഓ അങ്ങനെ പറ്റുമല്ലേ? അപ്പൊ ഈ പറയണ മറ്റേ ഇതൊന്നും ഇല്ല, മറ്റേ നാഷണാലിറ്റി ഒന്നും മാറണ്ട? ഇല്ല അതൊന്നും പ്രശ്നമില്ല. കോച്ചിനല്ലേ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലേയേഴ്സിന് മാത്രമേ ഉള്ളല്ലേ നാഷണൽ? ബ്രസീലിന്റെ കോച്ച് ഇറ്റാലിക്കാരനാണ് ആഞ്ചലോട്ടി. ഓക്കെ എനിക്ക് അറിയത്തില്ല, അത് ചോദിച്ചു. ക്രിക്കറ്റ് പോലെ തന്നെ. ഓക്കെ ടർഫ് തുടങ്ങിയോ? ഇല്ലല്ലോ, ഇല്ല തുടങ്ങിയിട്ടില്ല. സിനിമ പീക്ക് ഫുട്ബോൾ ലോഡിങ്. സത്യല്ലേ? സത്യല്ലേ? 3 യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഒരാൾ നിക്കണ നോക്ക്. ഇപ്പോഴും ഉണ്ട്. റൊണാൾഡോ ഫാൻ അത് എടാ എന്നൊരു ഉണ്ടോ അവിടെ ഫുട്ബോൾ? ഇപ്പൊ 14-15 കളിയുണ്ട്. നീ അല്ലടാ ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ ഡിസംബർ വരെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? നീ 2 മാസം വേൾഡ് കപ്പ്. ഡിസംബർ ഇവിടെ ആരോ അങ്ങനെ പറഞ്ഞായിരുന്നു. ഇവൻ തന്നെ 20-ാം തീയതി കളി തീരും, ജൂലൈ 20-ാം തീയതി. നമ്മൾ രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുഴുവൻ ദേശീയ പ്രശ്നമാണ്. വാനമ്പ്യാരെ രാജമോഹൻ ഒന്നും മുട്ടി നോക്കാം. സത്യം. എന്നാടാ കളി? എന്നാ? എത്ര മണിക്കാ? നാളെ 11:00 നാളെ രാത്രി 11:00 കളി? എനിക്ക് എന്താ തോന്നുന്നു സ്പെയിൻ ജയിക്കുമെന്ന് എനിക്കൊരു ചെറിയൊരു ഞാൻ എന്റെ RDR വാഗ്ദാനം കൊടുത്തും പോയി. കളി 12:00 രാജമോനെ ചെയ്ത് കളി രാജമോനേക്ക്. 19 വയസ്സുള്ളല്ലേ ഇവന്? 19 വയസ്സുള്ളൂ. മോളിലിങ്ങനെ 19 വയസ്സ്. എംബാപ്പയ്ക്ക് എത്ര വയസ്സുണ്ട്? 23. എംബാപ്പയ്ക്ക് 27. എന്നാലും ഒരു 39-40 ഇവിടെ ഇരിക്കുന്നുണ്ടോ? യമാലിനെക്കാളും 20 വയസ്സ് മൂത്തതാണ്. യമാലിനെക്കാളും 20 വർഷം. എന്റെ അമ്മോ, അത് എന്ത് കമ്പാരിസൺ അല്ലേ? ഡബിൾ
അവർക്കെന്റെ ചാവ് കാണും. കുലകുളി അടിയന്തരത്തിന് ചോറും തിന്നും. തന്നില്ലാ പടപ്പുകളുടെ അഹങ്കാരം. ചങ്കിനും പള്ളക്ക് ഉണ്ട കയറ്റി തന്നെ കൊണ്ട് തൊട്ടില്ല ചെയ്യണം. മുന്നിൽ പോയി നിൽക്കില്ല, വിട്ടുക്ക വരയ്ക്കും. കെച്ചിയത് കാത്തേക്ക് വരഞ്ഞറിയ പിള്ളേര്. എടാ ഒരു പോൾട്ടേടാ, ആർക്കാ വോട്ട് കൂടുതൽ നോക്കട്ടെടാ. 4 ടീമിന്റെ പോൾട്ടേ. പെട്ടെന്ന് ഇട്ടടാ, പെട്ടെന്ന് ഇട്ടടാ. നോക്കട്ടെ. A player created a fully functioning computer inside Minecraft, seeing a player create a Minecraft inside a Minecraft. of Minecraft. You mean to play Minecraft, right? Because you can't build computers inside of the game. Creating the biggest redstone invention Minecraft has ever seen. 3 of the best redstone users came together to build a functioning computer inside the game. Okay, that's impressive, but I'm sure it doesn't work. There are 8 kilobytes of redstone memory. What? 6 kilobytes of graphics memory. There are full-on hardware acceleration units. Dude, they somehow made 256 gigabytes of RAM. That's better than any computer I've ever had. The size of the graphics processor is 1.3 million blocks big. How do you do അവന്റെ ജീവിതം അതിനകത്ത് കളഞ്ഞിട്ടുണ്ടാവല്ലേ. സത്യം കേട്ടോ, നല്ല ഇൻവെസ്റ്റ് ചെയ്താണ്. this inside of the game? And the computer screen is 96 by 64 pixels. Okay, but surely this computer doesn't work because it's made of redstone. With all of these components, it allowed the players to play Minecraft inside of Minecraft. They played Minecraft inside of Minecraft? That is correct. So what's stopping us from playing other games inside of Minecraft? Nothing. സ്കൈഡാക്സ് ബോള്. ടർഫ് സ്റ്റാർട്ട് നോക്കിയ ടർഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് സ്ലാഷ് ബോൾ അടിക്കണ്ട ഗൈസ്, ബോൾട്ട് ഓട്ടോമാറ്റിക് വരും. ഇല്ല ടഫ് സ്റ്റാർട്ട് ആയിട്ടില്ല. ഈ സ്കൈഡാർസ് എടാ ഇവനൊക്കെ ഉണ്ടല്ലോ, ആവശ്യമുള്ളപ്പം ഇല്ലാത്തപ്പോഴൊക്കെ ഇവിടെ വന്നിരുന്ന് വായ്ത്താളം അടിച്ചിരിക്കും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. എന്റെ കോലത്തിലൊന്ന് ക്ഷമിച്ചായിരുന്നു. ഈ മറ്റേ ഫിഫ കിഡ് അർജന്റീന കാശ് കൊടുത്തു. ഈ അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിന്റെ നെറ്റ്വർത്തും നിങ്ങളുടെയൊക്കെ സ്വയം പ്രഖ്യാപിത കുറെ ആടുകളുടെ പോക്കറ്റിലെ കാശും കൂടെ ഒന്ന് നോക്കണം. 10 ഇരട്ടി കാണും. ദാമക്ക് കൈ ഗുരു എടുത്ത് കൊടുക്കാൻ. ഈ 79 മിനിറ്റ് വരെ ആ റഫറി അച്ചാന്ന് വിളിച്ചവന്മാര് വരെ ഇതിലുണ്ട്. 79 മിനിറ്റ് കഴിഞ്ഞപ്പോ അങ്ങേരെ അച്ഛനെ വിളിക്കാൻ തുടങ്ങി. അല്ല ഇനി മനസ്സിലാവില്ല. അത് അത്രയും നേരം അർജന്റീനയും കാശ് കൊടുക്കാൻ പറ്റില്ല. ബാങ്ക് സെർവർ ഡൗൺ ആയിരുന്നു. എങ്ങനെയൊക്കെ കിടന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ട്. നീയൊക്കെ എന്തിനീ പരസ്പരം കമന്റ് ബോക്സിൽ ചെന്നിരുന്ന് ഞാൻ എടുത്ത് നോക്കി നിന്റെ അമ്മയുടെ അച്ഛൻ്റെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെയൊക്കെ മാമീന്റെയും കൊച്ചച്ഛൻ്റെയൊക്കെ മക്കളാണ് മെസ്സി റൊണാൾഡോ ഒക്കെ. ആ ഒരു സ്പിരിറ്റ് ആ ഒരു ഇത് എല്ലാം വേണം എന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കണ അച്ഛനമ്മയും പിടിച്ചിടുന്ന എന്തിനാണ് ഇതില്? പൊട്ടന്മാരാണ്. നിനക്കൊക്കെ തലച്ചോറ വേറെ വല്ലതാ ഇരിക്കണത്. വേറെ കുറെ ഇന്നലെ റൊണാൾഡോയുടെ കുറെ ഫ്ലക്സ് കുത്തി കീറിയിട്ട് മാസം എന്ന് പറഞ്ഞിട്ട് തീട്ട നീയൊക്കെ കൂടുതൽ ഡെക്കറേഷൻ വേറെ ലീഗിലാണ് ഇത് കൊണ്ടുപോകണത്. മറ്റേ പാലസ്തീൻ പ്രശ്നം, ഇസ്രായേലിന്റെ ഫ്ലാഗ് കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇടപെടാൻ നിൽക്കരുത്. നല്ല കളി കാണുമ്പോൾ ആസ്വദിച്ച് അങ്ങനെ എണീച്ച് പോകാം. രാവിലെ എണീച്ച് ജോലിക്ക് പോയില്ലടാ, ഞാനും പോണു. ബൈ എന്ത് ട്രാൻസ്ഫറിനാണ് കാര്യം പറഞ്ഞിട്ട് പോയല്ലേ. നമുക്ക് പോയട്ടാ. ഫ്രാൻസ് 41%, അർജന്റീന 52%, സ്പെയിൻ 4%, ഇംഗ്ലണ്ട് 4%. 3300 പേര് വോട്ട് ചെയ്തേക്കുന്ന അർജന്റീനയ്ക്ക്, 3000 പേര് ഫ്രാൻസിന്. നാളെ പെനാൽറ്റി ഷൂട്ടൗട്ടില് സ്പെയിൻ ജയിക്കും. നാളെ ആരൊക്കെ? സ്പെയിനും ഫ്രാൻസോ? ഫ്രാൻസ് സ്പെയിനും. പ്രശ്നക്കളി ആയിരിക്കണം, പ്രശ്നക്കളി. പോൾ കാണില്ല, ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതാണ് കറന്റ്ലി ഉള്ള പോൾ ഇതാണ്. 4400 പേര് വോട്ട് ചെയ്തേക്കുന്ന അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഫ്രാൻസ് ആണ് അത് കഴിഞ്ഞുള്ള. എനിക്ക് തോന്നുന്നു ഈ ഫ്രാൻസിന് നല്ല ഫാൻ ബേസ് ഉള്ള ടീമാണോ അതോ മെസ്സിയെ ഇഷ്ടമല്ലാത്തോണ്ട് വോട്ട് ചെയ്യണതാണോ? ഇപ്പം കുറച്ചുപേര് അങ്ങനെ കയറിയിട്ടുണ്ട്. ബ്രസീലും പോർച്ചുഗലും അതെ, എംബാപ്പനെയൊക്കെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവരെ കാട്ടി കൂടുതൽ ഇതിന്റെ എംബാപ്പയ്ക്ക് ഉള്ളതുകൊണ്ട് നല്ല ടീം ആവണമല്ലോ അതുവരെ. ഫ്രാൻസ് അടിപൊളി ടീമാണ്. ഫ്രാൻസ് അടിപൊളി ടീമോ.
അതന്നെ ഞാൻ പറഞ്ഞതേ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ കാട്ടി കൂടുതൽ ഹേറ്റേഴ്സ് ആയിട്ട് ഈ അർജന്റീന ഹേറ്റേഴ്സ് ആയിട്ട് സപ്പോർട്ട് ചെയ്തവന്മാരാണ്, മനസ്സിലായ. ഓ ഫ്രാൻസ് അർജന്റീന ഏകദേശം കട്ടക്ക് ഉണ്ട് കേട്ടോ. 49% അർജന്റീനയ്ക്കും 43%. ഇത് നമ്മുടെ അകത്താണേ. ആ ടർഫ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലിസ്റ്റുകളല്ലേ? ഹലോ, ഇതെന്താ POV കഴിഞ്ഞായിരുന്നു, അങ്ങനെ കാണിക്കത്തില്ല ബ്രോ. POV ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡെസ്റ്റോടെ POV ഇല്ല. അവന്റെ ലൈവിൽ കാണിക്കും POV ഉള്ളത്. അവൻ ലൈവ് ഉള്ളതാണ് ഞാൻ ജസ്റ്റ് ചുമ്മാ നീലിന്റെ ഇത് നോക്കിയത്. അവന്റെ ലൈവിൽ കാണിക്കും, ഡെസ്റ്റോടെ ലൈവിൽ കാണിക്കും. ഓക്കെ പോയിന്റിലോട്ട് വരാം. കം ടു ദ പോയിന്റ്. ഹൂ ഈസ് സിംഗിൾ റൈറ്റ് നൗ? മനുഷ്യനല്ലേ പുള്ളേ? who's that? My boyfriend. Best. Do you want to see my future wife? Yeah, that's this. എനിക്ക് ഇങ്ങനത്തെ കോണ്ടന്റ് കാണുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് ഹിപ്സ്റ്ററിനെയാണ്. സത്യം പറയാലോ, അതിലവൻ ബെസ്റ്റ് ആയിരുന്നു. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. പക്ഷെ അവൻ ഡിസപ്പിയർ ആയതുപോലെ അങ്ങ് പോയല്ലേ. Wow, very interesting, isn't it? You're built up. No, you're ecstatic. എന്താ ചേട്ടാ പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. You're very systematic. Sure, I will marry you. Don't worry, okay? ചെവി പോണടാ എന്റെ ചെവി. Started watching RP as a MRC fan. At last become the fan of the boss. ബോസിന്റെ വിആറിൽ ഇതൊക്കെ ഏതൊക്കെ ലെവലിലാണ് PR ചെയ്യുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി guys. ഏതൊക്കെ ലെവലില് നമ്പർ 1 വിആർ. ഇവനും ഇവന് പ്രത്യേകിച്ച് സാലറി ഉണ്ട്. പെർ വീഡിയോ പെർ ഡിസ്കൗണ്ട് ഇങ്ങനെ പറയുന്നത്. ഇതിലാണോ നിങ്ങളുടെ ഇതെന്നെ കട്ട് ചെയ്ത് കേട്ടോ, കണ്ടന്റ് ആക്കിയായിരുന്നു കേട്ടോ എന്നെ. ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഞാൻ തിരിച്ച് ഞാൻ 6 പാക്ക് ബിൽഡ് ചെയ്തിട്ട് ഇതിനുവേണ്ടി സംസാരിക്കുള്ളൂ. ബസ്സിലെന്ന് പറയണത് ഈ കാര്യത്തിൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല അവനെ. എന്ത് വാ പൊത്തി മിണ്ടാതിരിക്കുക, അതേ നടക്കുള്ളൂ. അത് വാ പൊത്തി ഇങ്ങനെ ഇരിക്കണം, ഇന്ന് കണ്ടുകൊണ്ടിരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? വാ അടച്ചോണം. അപ്പാപ്പനെ കണി കണ്ടാണ് ഇന്ന് തുടങ്ങുന്നത്. അതെ അതെ അതെ, ഐശ്വര്യത്തിന്റെ ദിവസമായിരിക്കും. ഇൻസ്റ്റയിൽ 1 മില്യൺ അടിച്ചു. ഇപ്പൊ കോമയിലായിരുന്നോ? ഹൃദയത്തിലെ വിജയമല്ലേ. ഞാൻ 1 മില്യൺ അടിച്ചിട്ട് 4 മാസമായി. എന്തോ ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്നു. എന്ത് ശബ്ദം? സോ ചീപ്പ് കേട്ടാ. ഓടി വരണ നോക്കി. ഇതിനകത്തോട്ട് വന്നപ്പോ വലുതായി പറയട്ടെ. ഇല്ല ജോക്കി, ഞാൻ AFK ആയിരുന്നു. പറഞ്ഞു എന്ത് പറഞ്ഞേ? ഞാൻ കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. റെഡി ആക്കിയില്ലായിരുന്നോ? ഒരു കാര്യം പറയണ്ടാ. ഹലോ, പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചന്ദ്രനെയൊക്കെ പോയിട്ട് ജഡ്ജിംഗ് പാനലിൽ ഇരുത്തുമ്പോൾ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ട്. എന്നാ പിന്നെ ജോക്കി ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട. ചന്ദ്രൻ ഞാൻ ചെയ്തോളാം.
അത് കിട്ടിയായിരുന്നു കേട്ടോ പുള്ളിക്ക് അത് നല്ലപോലെ. എന്നിട്ട് ജോക്കി ഞാൻ വരുന്നില്ല. It's okay. ഒരു പോക്കങ്ങ് പോയി. അയ്യേ അയ്യോ. The 31 waiting for a reply ticket from the admins to discuss about RP character. എടാ സ്കൈഡാക്സേ, ഓ എടാ നീ ബാക്കി എല്ലാത്തിനും നിനക്ക് സ്പെയിനിന്റെ ഫ്രാൻസിന്റെ ജേഴ്സി മേടിക്കാൻ പോകാൻ സമയമുണ്ട്. നിനക്ക് ഇവിടെ വന്നിരുന്ന് രാത്രി ഇരുന്ന് ഗോട്ടും കാട്ടത്തിന്റെ ഇത് പറയാനുള്ള സമയമുണ്ട്. നിന്നോട് എത്ര ദിവസമായിട്ട് ഞാൻ പറയോ ഈ പയ്യന്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് RP ക്യാരക്ടറിന് അത് എന്തോന്നൊന്ന് ചോദിക്കാൻ. ഇതായിരുന്നു. ചോദിക്കാം നാളെ തന്നെ ചോദിച്ച് ഇപ്പൊ തന്നെ റിപ്ലൈ വരും. വേണമെന്ന് സ്കൈഡാക്സിനെ വിളിക്കുന്നത് ശരത്തേട്ടൻ ചാറ്റില്. ശരത്തേട്ടൻ വെൽക്കം സ്ട്രീം. ശരത്തേട്ടൻ വെൽക്കം. ഇവിടെ ഉണ്ട് ആളിവിടെ തന്നെ ഉണ്ട്. എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ആരെയെ വിളിച്ചു ചേട്ടാ? അപ്പാർട്ട്മെന്റ്സ്. ഇതെന്താ കട്ടില്? നല്ല വെച്ചോളിനെ കിളമ്പുണ്ട്. ഇങ്ങനൊക്കെ ശരിക്കും കട്ടില് പണിയുമോ? എടാ ദൂരെ ഓടി വന്ന് ഈ ബെഡിലോട്ട് ഇങ്ങനെ ചാടുമ്പോ കോർണറിൽ വന്ന് ഇടിക്കുന്ന എനിക്ക് വിരലില്ലേ? ആലോചിക്കാൻ പോലും വയ്യ. എന്റെ ബെഡിന് വെളിയിൽ തന്നെ വേറൊരു സൈഡിലൊരു കോർണറിലൊരു സാധനം ഉണ്ട്, അത് തന്നെ സഹിക്കാൻ പറ്റണല്ല. എന്താ പറഞ്ഞ കേട്ടില്ല. സ്റ്റെബിലിറ്റി ഉണ്ടാവും അല്ലേ? ഇത്രയും വലിയ കട്ടിലൊക്കെ, ഇത്രയും സ്റ്റെബിലിറ്റി ഉള്ള കട്ടിലൊക്കെ വേണമല്ലേ നിനക്ക്? നടുവിൽ വെച്ച് മരമല്ലേ? ദേവൂട്ടന്റെ പേരും പറഞ്ഞൊന്ന് വാങ്ങിയാലോ മക്കളെ? ഇതാണ് വാതില്, സ്വർഗത്തിന്റെ വാതില്. ഇതാര് അന്നല്ലേ ഗൈസ്? ഞാൻ ഇത് മേടിക്കാൻ വേണ്ടി ചോദിച്ചു. ഇൻക്ലൂഡിങ് ഷിപ്മെന്റ് ഇവിടെ വരുമ്പോ 9 ലക്ഷം 11 ലക്ഷം രൂപയൊക്കെ അടുപ്പിച്ചാവും. 11 ലക്ഷോ? 9 ലക്ഷം ഈ വണ്ടിക്ക് ഇതിന്. എന്താ കേട്ടില്ല? ഒരു ബൈക്ക് വാങ്ങിക്കുമല്ലോ ഞാൻ. അതല്ല പറഞ്ഞത്. നല്ല റേറ്റ് ആണ് ഇതിവിടെ കിട്ടത്തില്ല. ഇത് മൊത്തം അവർ ഫുള്ളി പാക്ക് ചെയ്ത് ഇവിടുത്തെ കസ്റ്റംസ് ഒക്കെ കൊടുക്കണം. ഭയങ്കര അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട് എല്ലാം കൂടെ. ഞാൻ പറയട്ടെ സംഭവം, ഞാൻ ഇന്ന് കടയിൽ പോയി കേട്ടാ, സൂപ്പർ മാർക്കറ്റില് 2 പാല് വാങ്ങിച്ചോണ്ട് വന്ന്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ അത് കേടായ പാല് കണ്ണി കുരുവായിരുന്നു. തൈരാണ് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത് ഞാൻ. നീയിപ്പോ ചായക്ക് വരെ ലസ്സി ഉണ്ടാക്കി കുടി. എന്ത് ചെയ്യാ? ലസ്സി ഉണ്ടാക്കണ ഈസി ആയിട്ട്. ലസ്സി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി നോക്ക്. പാല് വാങ്ങിച്ചോണ്ട് വന്ന് വീട്ടിൽ വന്നപ്പോ അത് കേടന്ന്. ഞാൻ എന്താ വിചാരിച്ചു, ചീത്തയെ പാല് മേടിച്ചോണ്ട് വന്നെന്നാണ് ഉദ്ദേശിച്ചത്. മലയാളം ഇംഗ്ലീഷ് ഒരുമിച്ച് പറഞ്ഞു ചേട്ടാ. അണ്ണാ സുഡൂസ് കസ്റ്റംസിനോട് പറഞ്ഞാൽ അവരുണ്ടാക്കി തരുമെന്ന്. ആണോ? ആ പുള്ളിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി എടുത്ത് പറഞ്ഞു ദേവൂട്ടന് ഒരു വണ്ടി ഉണ്ടാക്കിപ്പിച്ചാലോ. അല്ല ദേവൂട്ടന് എനിക്കല്ലടാ, ദേവൂട്ടന് എനിക്ക് സെൽറ്റോസ് ഒക്കെ ഉണ്ടല്ലോടാ. എനിക്ക് സെൽറ്റോസും BMW ഒക്കെ ഉണ്ടല്ലോടാ. ഇല്ല അവ ഇപ്പൊ കാർന്ന് പറയും. കാർ പറയിപ്പിച്ചു. രഘുലേ രഘുലുണ്ടോ ഇവിടെ? കേടായ പയ്യനുണ്ടോ ഇവിടെ? ഹലോ, അത് പിന്നെ മറന്നു പോകും കേട്ടാ. അവൾക്ക് മനസ്സിലായി. രഘുലേ നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തല്ലേ ഇവിടെ പ്രശ്നങ്ങൾ വേറെ ആവും. നമ്മുടെ പയ്യനെ വിട്ടേക്ക്. എന്തിനതൊക്കെ TV വിൻ ചെയ്യുമ്പോൾ പറയാറില്ലേ അവർക്ക് അഡ്മിൻ സപ്പോർട്ട് ഉണ്ട്, TVയുടെ സെർവറാണ് എന്ന പോലെയാണ് അർജന്റീനയുടെ
കാര്യം വിൻ ചെയ്യുമ്പോൾ ഫിഫ ബോയ് ആകും, ഫിഫയെ വിളിക്കുമോ അങ്ങനെ എങ്ങനെ. ഓ മനസ്സിലായി. ഒന്നും പറയില്ല, ഒന്നും പറയില്ല. എനിക്കിതിൽ തിരിച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ, പറഞ്ഞാൽ ഞാൻ ടിവിയുടെ സെർവർ ആകൂലേ അത്. നോ കമന്റ്. എടാ രഘുലേ മൈക്ക് ഓണാക്കിയടാ. ബെറ്റ് വെച്ചിട്ട് പോ, ആമ്പിളാരെ പോലെ സംസാരിക്കുക, ആമ്പിളാരെ പോലെ. ഇപ്പൊ മൈക്ക് ഓണാക്കിയ ബെറ്റില് 30% ഡിസ്കൗണ്ട് തരാം. വേറെന്താ പരിപാടിക്ക് പോയെന്നു? അവൻ കേട് ലസ്സി ഉണ്ടാക്കാൻ പോയതാണ്. അതെ. ഈഗിൾ ബ്രോ ഹേമന്താണ് പഴയ ഡ്രോയിങ് അല്ലേ ഇത്? അവൻ പേര് ദില്ലി. വന്നോ അളിയ ഒരു 10,000 രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടെ. 10,000 രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ഇടാൻ. എങ്ങനെ? എപ്പം തരും? എപ്പം പൈസ വന്നോണ്ട് ഇട്ട് തരാം. എന്ന് വരും? എല്ലാ മാസം 1-ാം തീയതി ഉണ്ടല്ലോ. എന്ന് വരും? അത് പറ, എന്ന് പറ. ഞാൻ മറന്നെന്നാണ് വിചാരിച്ചേ. ഞാൻ മറന്നെന്ന്. എടാ നിന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഈ 10,000 രൂപ നഷ്ടമായത്, മനസ്സിലായോ? നിന്റെ കരച്ചിലൊന്നും ഇതാക്കണ. എനിക്ക് പൈസ കിട്ടണം. അടുത്ത് തന്നില്ലെങ്കിൽ നീ ഷണ്ണ്. ഒരു രക്ഷയില്ല. ആസ് ഓൾവേസ് കിടിലം, ഒന്നും പറയല്ല. നൈസ്. വണ്ടി എന്റെ വണ്ടിക്കൊക്കെ അങ്ങനത്തെ ഐഡന്റിറ്റി ഒക്കെയാണോ കിട്ടണം? വണ്ടി ഇതല്ലേ വേറെ വണ്ടി. അവ ഇന്നൽ പ്രസന്റ് ആക്ക പോറാ. എടാ ഇതിന് ഹർലിൻ എന്നൊരു പേരുണ്ട് ആ വണ്ടിക്ക്. അത് വണ്ടി അവ ഇന്നൽ പ്രസന്റ് ആക്ക പോറാ. തെരിയുമാ അത്? ഗൈസ് എന്നെ പറ്റി എന്ത് തെറ്റിദ്ധാരണ അവളുടെ ഉള്ളിലെന്ന് നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് നോക്കി. ഇതിനകത്തേക്ക് ഏതെങ്കിലും പെങ്കുച്ചിനെ ഞാൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നതല്ലേ, നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ ഈ ടോക്സിസിറ്റി കാരണമാണ് ഞാൻ അത് ബ്രേക്കപ്പ് ആക്കിയത്. ഈ ടോക്സിസിറ്റി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ഫേക്ക് അലിഗേഷൻസ് എന്നെ മാനസികമായിട്ട് എന്നെ ഒരുപാട് ബാധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് നിർത്തിയത്. പല പരിപാടികൾ എല്ലാ പെൺപിള്ളേരെ എല്ലാ പെൺപിള്ളേരെയും ഈ വണ്ടിക്കകത്ത് കയറ്റി നാട്ടുകാരെ മൊത്തം കയറ്റി. വേണ്ട എലി. ആ കോച്ചിനെ തന്നെ ഞാൻ പിന്നെ സഹിക്കും, പക്ഷെ എന്റെ വണ്ടിയിലാണ് തൊട്ടത്. നിന്റെ സ്കൂളിൽ ഞാൻ കത്തിച്ചിരിക്കും. ഇത് ഞാൻ ഇന്നാ കാണണേ. கடிவண்டி காமக்கண்ணன் வண்டியானது. உன்னோட எக்ஸோட வண்டி அப்ப இவ்ளோ இது பண்றான். அவன் எவ்ளோ லவ் பண்ணா தெரியுமா அலி? ஐயோ அது കണ്ടപ്പോൾ രണ്ടും കൂടി അഭിനയിക്കുന്നുണ്ടാ. അടുത്ത മിഷൻ സെറ്റ്. മിഷൻ എലി വിദ്യാലയ കത്തിക്ക് ഞാൻ പെട്രോൾ ഒഴിച്ച്, ഒരു സംശയമില്ല. ഇവൻ നമ്മുടെ കാർ വരച്ചെന്ന് അപ്പൊ ഏനല്ലേ ഇത്? എന്റെ അമ്മോ, എന്താ ബ്ലാക്ക് ഹോൾ? അതാണ് ഉദ്ദേശിച്ചത്. കിടിലം വിഷയം ബ്രോ. അടിപൊളി. ഗോറില്ല ഗോട്ട് സ്കേർഡ്. ഗോറില്ലയാണ് കരടി. ഏടാ
വീഡിയോ ആണാ സർക്കസ് എന്നാ സർക്കസിലുള്ള കരടിയാണ്. എടാ എന്തിനാടാ നിനക്ക്? ജസ്റ്റ് ട്രോൾ NB നോ ഹേറ്റ്. IG നീകൾ ഉയരാണ് കേട്ടോ. എടാ അത് പറയാൻ ഞാൻ വിട്ടുപോയടാ. ബ്ലൈൻഡിന്റെ ബുട്ട് ക്യാമ്പ്. ചോക്ലേറ്റ് എടുത്താ വെട്ടും. ചോക്ലേറ്റ് എടുത്താ വെട്ടും. അതിലെങ്ങാനും തൊട്ടാ നിന്റെ കൈ ഞാൻ വിട്ടു. 100% തുപ്പ് ഞാൻ. ഞാൻ തുപ്പു. അവിടെ അതെടുത്തു മറ്റേത് അതീ തൊട്ടാ നിന്റെ സാമാനം വെട്ടിയാരി ഞാൻ നോക്കും. മിസ്റ്റ് ഇന്റൻസ് എടു. അത് മതി. ടോബ്ലറോൺ എടുത്തു. വണ്ടികളുടെ മാത്രം സെയിം ചെയർ. ആ സെയിം ചെയർ ആണോ ഞാൻ ഇപ്പഴും യൂസ് ചെയ്യുന്നേ. ഇതെന്റെ ആദ്യത്തെ ഗെയിമിംഗ് ചെയർ. എന്റെ ഇത് കളയാൻ പറ്റും എനിക്ക്. ഇതെന്റെ ആ ചെയറാണ്. എത്ര വർഷമായെന്നറിയത്. ആ സെയിം ചെയറാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നേ. ഇപ്പൊ മേടിച്ചിട്ടൊരു 6 വർഷമായിട്ടുണ്ട് അവിടെ. 6 വർഷമായി ഈ ചെയർ ഞാൻ 6 വർഷം തൊട്ട് 6 വർഷം യൂസ് ചെയ്യുന്നു. ഡ്രീമർ ലൂട്ട് ചെയ്തല്ല. അത് 6 കൂടുതലായി. അത് 8 വർഷത്തോളമായി. ചന്ദ്രന്റെ സൺ സ്പോട്ടർ. Switch it up. No. ഓവർ ദ ഹെഡ്ഫോൺ വെച്ചേക്കുന്നോണ്ട് നമുക്കൊരു സൗണ്ടും കേൾക്കൂല കേട്ടാ. റീൽസ് വെട്ടി ഇതിനകത്ത് ഇടല്ലേ. റീൽസ് വെട്ടി സ്വിഫ്റ്റ് നോക്കി. ഒരു മിനിറ്റ്. അതെന്തോ നളിയാ കൊണ്ടുപോയത് ഈകളെ? ചോക്ലേറ്റ്. സത്യം. ഓ രണ്ടരം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ഇറങ്ങി പോടാ മൈരെന്ന് ഈകള് പറയും. അത് ഫീലായിട്ട് ചന്ദ്രൻ ഇറങ്ങിപ്പോകും. പിടിച്ചു മേടിച്ചിട്ട് വന്നു തിരിച്ച്. പറഞ്ഞോടാ അനീഷേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ജോക്കി കിടിലൻ ചോക്ലേറ്റ് മൊത്തം കൊണ്ടുപോയി നോക്കി. മൊത്തം ഒരെണ്ണം പോലും തരാതെന്ന്. ചോക്ലേറ്റ് അടിയുണ്ടായ കാലം എന്റെ അമ്മോ. ചതിച്ചു ഞാനൊക്കെ മറ്റേ സീരിയസ് ആയിട്ടിരിക്കണ മറ്റേ കൊലപാതകം ചെയ്ത പോയി ചോക്കി. ഗുഡ് എന്താ സംഭവം? ബ്രാവോ എടുത്ത് പറഞ്ഞത് അത് മലയാള സാർ തുടകല്ലേ അതിന്റെ കൂടെ കളിക്കാൻ വേണ്ടിട്ട്. സാഗുരാണോ? സാഗുരാണോ? എന്താ ഇവന്റെ പ്രശ്നം? എന്താ സംഭവം? എന്തു പറ്റി? എനിക്ക് അറിയുന്നില്ല. എന്താ നടന്നേ? അളിയാ എന്തെങ്കിലും മനസ്സിലായ? ഇത് രഘുരി വീടിനാണ് സംസാരിക്കണേ. അല്ലല്ല ഞാൻ ഈകളെ സംസാരിക്കും. അളിയാ ഈകളെ ഒരു മിനിറ്റ് പോയി നമ്മളെ കേറി വന്ന തല്ലണം, അടിവിടണം. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിലെന്താ ആർപ്പി നടക്കണേ? ഇതൊരു ആർപ്പിയാണോ? ഒരു ഗ്യാങ് വേഴ്സസ് ഇത് മറ്റേ പണ്ടത്തെ
കോപ്പ് വേഴ്സസ് റോബറി എന്ന് പറയുന്ന പോലെ ഗെയിം മോഡ് അങ്ങായിട്ട് ആക്കിയത് RP വിളിക്കാൻ പറ്റത്തില്ല. ഓ മലയാള സെർവർ തുടങ്ങുന്നതിന്റെ കാര്യം പറഞ്ഞാണ് അവൻ. പിള്ളേർ തോന്നിട്ട് അവന്മാര് ബാക്കിയുള്ളവര് ഒന്ന് വള്ളിയെടുക്കും, പിള്ളേര് പിന്നെ എന്തായാലും എടുത്തേ പറ്റുള്ളൂ. അത് അടിയാവും പിടിയാവും അതാവും. അത് സഡൻ ആയിട്ടൊന്നും വരൂലടാ, അത് പയ്യെ വരത്തുള്ളൂ. കേസ് ഇതായിട്ട് ഇതൊക്കെ ഉള്ളൂ. അത് അത്രയും ഇതാക്കിട്ടൊക്കെ ഉണ്ട് കേസ്. അത് അവർ പയ്യെ കൊണ്ടുവരത്തുള്ളൂ. നമുക്ക് തൽക്കാലം ഈ ഗെയിം ഒരു ഇൻട്രൊഡക്ഷൻ, നിങ്ങൾക്ക് ഓഡിയൻസിനൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് വരണമല്ലോ. അതുവരെ നമുക്ക് പുറത്തെ സെർവറിൽ കളിക്കാം. മനസ്സിലായി? സെർവർ സെറ്റായി വരാൻ തന്നെ ഒരു സമയം എടുക്കും, 1-2 മാസം എന്തായാലും എടുക്കും. ആ സമയത്തിനുള്ളിൽ RDR അപ്പൊ കേസ് ഇത്രേ ഉള്ളൂ. ഞാനെന്നാ ഇന്നത്തെ ലൈവ് കൊണ്ട് നിർത്തട്ടെ കേസ്. ഞാൻ നല്ല ടയേർഡാ. ഞാൻ നാളെ RP ലൈവ് ഞാൻ നാളെ വരാം. ഞാൻ നല്ല ദൂരത്തുനിന്ന് ഡ്രൈവ് ചെയ്ത് വന്നതാ. പിന്നെ ഇന്നുകൂടെ നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നങ്ങ് ലൈവ് ഇട്ടത്.